Hi, dear students. Plus 2 physics in the electromagnetic induction, chapter number 6. അതിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഫാരഡേസ് ലോസ്, ലെൻസസ് ലോ, എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു. രണ്ടാമത്തെ ക്ലാസ്സിൽ എഡ്ഡി കറന്റ് എന്താണ്, മോഷണൽ EMF എന്താണ് എന്നുള്ളത് പഠിച്ചു. കൂടാതെ സെൽഫ് ഇൻഡക്ഷനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നിർത്തി. അവിടുന്നാണ് നമ്മൾ ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ? കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ എ കറന്റ് ഇൻ എ സർക്യൂട്ട്, an EMF is induced against the change of current. This phenomenon is called self-induction. The phenomenon of production of induced EMF in a coil when the current through it changes is called self-induction. The induced EMF is always opposing the applied EMF. So that EMF is called back EMF. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ പറഞ്ഞു നിർത്തിയത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇതാണ് ആ കോയില്. ഈ കോയിലിൽ ഞാനൊരു ബാറ്ററി കണക്ഷൻ കൊടുത്തു, ഒരു കീയും വെച്ചു. കീ ഓപ്പൺ ആണെങ്കിൽ കറണ്ട് ഒന്നുമില്ല. കറണ്ട് ഇല്ലെങ്കിൽ ഇതിന് ചുറ്റും, ഈ കോയിലിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല, മാഗ്നറ്റിക് ഫ്ലക്സും ഇല്ല. പക്ഷെ കറണ്ട് 0 നിന്ന് ഐയിലേക്ക് കൂടിയപ്പോൾ, കറണ്ട് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. കഴിഞ്ഞ മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് കറണ്ടില് ആംബിയേഴ്സ് തിയറവും ബയോട്ട്-സവാർട്സിലും ഒക്കെ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും ഈ കോയിലുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലക്സ് കൂടും. മാഗ്നറ്റിക് ഫ്ലക്സും കൂടി 0 നിന്ന് 5 അപ്പോ കറണ്ട് ചേഞ്ച് ചെയ്തപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്തു. ഫ്ലക്സ് ചേഞ്ച് ചെയ്താൽ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ലെൻസസ് ലോ പ്രകാരം ആ ഇൻഡ്യൂസ്ഡ് EMF ഫ്ലക്സിന്റെ കൂടുതൽ ആകുന്നതിനെ കുറയ്ക്കാൻ ശ്രമിക്കും. അതായത് കറണ്ടിനെ കുറയ്ക്കാൻ ശ്രമിക്കും. ഫ്ലക്സിനെ കൂട്ടിയത് കറണ്ടാണ്. അതുകൊണ്ട് ഫ്ലക്സിന്റെ ചേഞ്ച് ആയിട്ടുള്ള ഇൻക്രീസിനെ കുറയ്ക്കാൻ നോക്കുമ്പോൾ കറണ്ടിന്റെ ഇൻക്രീസിനെ കുറയ്ക്കാൻ നോക്കണം. ചുരുക്കി പറഞ്ഞാൽ കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഇതിനെ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. തിരിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് കറന്റ് സഡൻലി 0ലേക്ക് ഫോൾ ചെയ്യും. അതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സും സഡൻലി 0 ടു ഫോൾ ചെയ്യും. അപ്പൊ ഫ്ലക്സ് കുറഞ്ഞു. ഫ്ലക്സ് കുറയുമ്പോൾ കുറയാതിരിക്കാൻ ശ്രമിക്കും. അതായത് കറന്റ് കുറയാതിരിക്കാൻ ശ്രമിക്കും. വീണ്ടും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി. അപ്പൊ എപ്പോഴും അപ്ലൈഡ് EMFന് എതിര്. അപ്ലൈഡ് EMF നമ്മൾ കൂട്ടാൻ നോക്കുമ്പോൾ കുറയ്ക്കാൻ നോക്കുക, അപ്ലൈഡ് EMF കുറച്ചപ്പോ കൂട്ടാൻ നോക്കുക. ഇങ്ങനെ ഉണ്ടാവുന്നതിനാണ് ബാക്ക് EMF എന്ന് നമ്മൾ പറയാം. കറന്റ് സ്റ്റഡി ആയിട്ട് ഒഴുകുന്ന സമയത്ത് ഒരേ കറന്റ് തന്നെയാണ് ഒഴുകുന്നതെങ്കിൽ ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവില്ല. ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ല. ഓൺലി വെൻ ദർ ഇസ് ഫ്ലക്സ് ചേഞ്ച്, ദാറ്റ് ഈസ് ഓൺലി വെൻ ദർ ഇസ് കറന്റ് ചേഞ്ച്, ദർ ഇസ് എൻ EMF ഇൻഡ്യൂസ്ഡ് ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് സെൽഫ് ഇൻഡക്ഷൻ. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്റ്റന്റിനെ നമ്മൾ പറഞ്ഞിരുന്നു, അതാണ് സെൽഫ് ഇൻഡക്ടൻസ്. എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്? ഈ കോയിലിന് ബന്ധപ്പെട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് പാസിംഗ് ത്രൂ ദ കോയിൽ. നിങ്ങൾക്കറിയാം, ബയോട്ട്-സവാർട്സ് ലോ പ്രകാരമാണെങ്കിലും ആംബിയേഴ്സ് തിയറം പ്രകാരമാണെങ്കിലും നിങ്ങൾക്കറിയാം, കറന്റ് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡ് കൂടും. മാഗ്നറ്റിക് ഫീൽഡ് കൂടിയാൽ സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ഫ്ലക്സും കൂടും. അപ്പോ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് പാസിംഗ് ത്രൂ ദ കോയിൽ. So there is a proportionality constant and that constant is called self-inductance. Phi is equal to L into I. Important. Appo the proportionality constant is called self-inductance. നമുക്ക് അതിനെ ഒന്നുകൂടി ഇങ്ങനെ എഴുതാം, L equal to phi divided by I. ആദ്യം നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. If I is equal to 1 ampere, ഇതിലൂടെ പാസ് ചെയ്ത കറന്റ് 1 ampere ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? L equal to phi എന്ന് എഴുതി വെക്കാം. So self inductance of a coil is the magnetic flux linked with the coil when 1 ampere current passes through it. Magnetic flux linked with the coil when unit current, അതായത് 1 ampere current passes through it is called self inductance of the coil. It is a constant and its unit is, SI unit is Henry ആണ്. Henry. 1 Henry is equal to, ഹെൻറിയുടെ സിമ്പിൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പെർമിയബിലിറ്റി യൂണിറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഹെൻറി പെർ മീറ്റർ. അതിലെ ഹെൻറി തന്നെയാണ് ഇവിടെ വന്നത്. 1 Henry is equal to, ഇവിടെ നോക്കൂ, L is equal to 5/I ആണ്. അപ്പൊ Lന് 1 Henry കൊടുത്താൽ 5ന്റെ യൂണിറ്റ് എന്തായിരുന്നു? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ. സോ 1 വെബർ WB divided by current SI unit is ampere. So 1 Henry is equal to 1 Weber per ampere. What does it mean?
ഒരു കോയിലിന്റെ സെൽഫ് ഇൻഡക്ടൻസ് 1 ഹെൻറി ആണ് എപ്പോൾ അതിലൂടെ 1 ആംപിയർ കറന്റ് പാസ് ചെയ്താൽ 1 വെബർ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ആ കോയിലില് ഉണ്ടായതെങ്കിൽ. when 1 Weber magnetic flux is produced in the coil, when 1 ampere current passes through it, then the self-inductance or simply inductance of the coil is 1 Henry. മനസ്സിലായല്ലോ? 1 ആംപിയർ കറന്റ് പാസ് ചെയ്താൽ ആ കോയിലിൽ ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് 1 വെബർ ആണെങ്കിൽ ആ കോയിലിന്റെ ഇൻഡക്ടൻസ് എത്രയാണ്? 1 ഹെൻറി ആണ്. 2 വെബർ ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായതെങ്കിൽ 2 ഹെൻറി ആണ്. 1 ആംപിയർ കറന്റ് പാസ് ചെയ്താൽ 100 വെബർ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൽഫ് ഇൻഡക്ടൻസ് 100 ഹെൻറി ആണ്. സാധാരണ നമ്മൾ ഇത്ര വലിയ ഹെൻറിയിലൊന്നും ഉത്തരങ്ങൾ ഉണ്ടാവില്ല. മില്ലി ഹെൻറിയിലാണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ സെൽഫ് ഇൻഡക്ടൻസിനെ കാണാം. മില്ലി ഹെൻറിയിലാണ്. മില്ലി ഹെൻറിനെ ഹെൻറി ആക്കാൻ 10⁻³ ഹെൻറി എന്നാക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ സെൽഫ് ഇൻഡക്ടൻസ് എന്താണ് ഡിഫൈൻ ചെയ്തു. പുതിയൊരു ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഡയമെൻഷൻ ഫോർമുല കിട്ടണം. ഡയമെൻഷൻ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കുക? L = 5/I. സോ L = 5 എങ്ങനെ കണ്ടുപിടിക്കുക? B × A അല്ലെ? അപ്പൊ 5ന്റെ ഡയമെൻഷൻ ഫോർമുല മുമ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? B ന്റെ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കുക? F = BQV ആണ്. സോ F / QV that's equal to MLT⁻² divided by ITLT⁻1 that's equal to ഇവിടെ എന്ത് വരും? T ഇവിടേക്ക് വെട്ടിപ്പോയിട്ടുണ്ടാവും, L വെട്ടിപ്പോയിട്ടുണ്ടാവും, MT⁻² I⁻1 മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ. സോ ഫ്ലക്സ് B × A ആണ്. സോ ദാറ്റ്സ് equal to MT⁻² I⁻1 into L² വരും. സോ ദാറ്റ്സ് equal to എന്ത് വരും? മാഗ്നറ്റിക് ഫ്ലക്സിന്റെ ഡയമെൻഷൻ ഫോർമുല നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ML² T⁻² I⁻1 ഒക്കെ കാണാപ്പാടം പഠിക്കണം. Therefore ഇപ്പൊ നമുക്ക് കിട്ടിയ L = 5/I ആണ്. സോ ML² T⁻² I⁻1 divided by I. So that's equal to ML² T⁻² I⁻2. That is the dimensional formula of inductance. ഇനി നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഞാൻ മറ്റൊരു ഫോർമുലയിലേക്ക് തിരിച്ചു കയറി വരികയാണ്. We know induced EMF is equal to -d∅/dt അല്ലെ? Faraday's laws of electromagnetic induction and Lenz's law ചേർത്ത് വന്നപ്പോൾ -d∅/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. ഇൻഡ്യൂസ്ഡ് EMF അതിന് ഓപ്പോസിറ്റ് ആണ്. അതാണ് നെഗറ്റീവ് സൈൻ കൂടി വന്നത്. That's equal to 5ന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5 = എത്രയാ? Li ആണ്. സോ -d/dt ഓഫ് Li എന്ന് എഴുതി വെക്കാലോ. ഫ്ലക്സിന്റെ സ്ഥാനത്ത് മാഗ്നറ്റിക് ഫ്ലക്സിന്റെ സ്ഥാനത്ത് L × I എന്ന് എഴുതി വെച്ചു. ഇതിൽ L is a constant ആണ് ഫോർ ദ ഗിവൺ കോയിൽ. തന്നിട്ടുള്ള കോയിലിന്റെ കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞു സെൽഫ് ഇൻഡക്ടൻസ്. അത് സമയം മാറുമ്പോൾ മാറുന്നതല്ല. അതുകൊണ്ട് L നെ നമുക്ക് അവിടെ നിന്ന് മാറ്റിയെടുക്കാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. സോ എപ്സിലോൺ is equal to induced EMF is equal to L പുറത്തേക്ക് പോയി di/dt. വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. ഇൻഡ്യൂസ്ഡ് EMF കാണാൻ പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല LdI/dt. എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയേണ്ടത്? Di ചേഞ്ച് ഇൻ കറന്റ്, dt അതിനെടുത്ത സമയം, L inductance of the coil. Then you can calculate induced EMF. Induced EMF is equal to LdI/dt. di/dt നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ച് ചേർത്ത് പറയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് എന്ന് കണ്ടാൽ di/dt നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആംപിയർ/സെക്കൻഡിൽ ഉണ്ടാവണം. പിന്നെ ഇനി അതല്ല ചേഞ്ച് ഇൻ കറന്റ് എന്നുള്ളടത്ത് DI നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചേഞ്ച് ഇൻ ടൈം എന്നുള്ളടത്ത് dt കൊടുക്കാം. എല്ലിന്റെ ഭാഗത്ത് ഇൻഡക്ടൻസ് മില്ലി ഹെൻറിയിലാവും മിക്കവാറും ഉണ്ടാവുക, ഹെൻറിയിലാക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡ്യൂസ്ഡ് EMF വോൾട്ടിൽ കിട്ടും. നിങ്ങൾക്ക് ഒന്നുകൂടി ഇങ്ങനെ എഴുതി വെക്കാം. ഇവിടെ 1 വോൾട്ട് എന്ന് എഴുതിയാൽ ഈക്വൽ ടു ഇവിടെ എല്ലിന് 1 ഹെൻറി ആണ് അല്ലെ? 1 ഹെൻറി കൊടുക്കാം. ഇവിടെയോ 1 ആംപിയർ/സെക്കൻഡ് എന്ന് എഴുതാം. എല്ലാം ഞാൻ ഒന്നാക്കി. അപ്പൊ എപ്പോഴാണ് ഒരു ഹെൻറി എന്നുള്ളത് ഒന്നുകൂടി നന്നായിട്ട് പറയാം. എപ്പോഴാണ് ഒരു കോയിലിന്റെ ഇൻഡക്ടൻസ് 1 ഹെൻറി ആവുക? 1 ആംപിയർ/സെക്കൻഡ് എന്നുള്ള നിരക്കിലാണ് ആ കോയിലിലെ കറന്റ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF 1 വോൾട്ട് ആണെങ്കിൽ ആ കോയിലിന്റെ ഇൻഡക്ടൻസ് 1 ഹെൻറി ആണ്. ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് ത്രൂ എ കോയിൽ ഈസ് 1 ആംപിയർ/സെക്കൻഡ് പ്രൊഡ്യൂസിംഗ് ആൻ ഇൻഡ്യൂസ്ഡ് EMF 1 വോൾട്ട്, then the inductance of the coil is 1 ഹെൻറി. പറഞ്ഞു മനസ്സിലായ? 1 സെക്കൻഡ് സമയം കൊണ്ട് ഒരു കോയിലില് 1 ആംപിയർ കറന്റ് കൂടുകയോ കുറയുകയോ, അതായത് വ്യത്യാസപ്പെട്ടാൽ അവിടെ ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് EMF 1 വോൾട്ട് ആണെങ്കിൽ 1 ആംപിയർ/സെക്കൻഡ് പറഞ്ഞു, 1 വോൾട്ടും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കോയിലിന്റെ ഇൻഡക്ടൻസ് 1 ഹെൻറിയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു 1 ആംപിയർ കറന്റ് പാസ് ചെയ്താൽ 1 വെബറാണ് അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായതെങ്കിൽ ആ കോയിലിന്റെ ഇൻഡക്ടൻസ് 1 ഹെൻറിയാണ്. ഇതൊരു തരത്തിലുള്ള ഡെഫിനിഷൻ. ഇപ്പൊ പറഞ്ഞത് ഒരു കോയിലില് 1 ആംപിയർ/സെക്കൻഡ് എന്നുള്ള നിരക്കിൽ, 1 സെക്കൻഡ് കൊണ്ട് 1 ആംപിയർ എന്നുള്ള നിരക്കിൽ കറന്റ് വ്യത്യാസപ്പെടുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF 1 വോൾട്ടാണ് ഉണ്ടായതെങ്കിൽ ആ കോയിലിന്റെ ഇൻഡക്ടൻസ് 1 ഹെൻറിയാണെന്ന് ചുരുക്കം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഇതിന് പ്രോബ്ലം ചോദിക്കുന്ന ഫോർമുല എപ്സിലോൺ ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു -LdI/dt എന്നുള്ളതാണ്. അത് നന്നായിട്ട് മനസ്സിലാക്കണം, പ്രോബ്ലങ്ങൾ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് എന്താണെങ്കിലും ഉറപ്പാണ് ഒരു 1 മാർക്കിന്റെ
1 വേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 2 മാർക്കിലെ ഒരു പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും. ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയ പ്രോബ്ലം ഞാൻ അതിനായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു തരാം. ഒരു കോയിൽ ഉണ്ട്, ആ കോയിലിലെ കറണ്ട് ഈസ് ചേഞ്ചിങ് ഫ്രം 0 to 5 ആംപിയർ. കറണ്ട് 0 to 5 ആംപിയറിലേക്ക് മാറി ബൈ എ ടൈം 0.01 സെക്കൻഡ്. 0.01 സെക്കൻഡ് കൊണ്ട് 0 നിന്ന് 5 ആംപിയർക്ക് കറണ്ട് കൂടി. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് EMF 1 മില്ലി വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം, വാട്ട് ഈസ് ദ സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദാറ്റ് കോയിൽ? നമുക്കറിയാവുന്ന ഫോർമുല L ഈക്വൽ ടു എപ്സിലോൺ ഈക്വൽ ടു L di by dt അല്ലെ. നെഗറ്റീവ് സൈൻ ഒക്കെ ഉണ്ട്, നമുക്കിപ്പോ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കാം. നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യും ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ളതാണ്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാണ്. നമുക്ക് ഇതിൽ എന്താ അറിയാം? എപ്സിലോൺ അറിയാം, 1 മില്ലി വോൾട്ട് ആണ്. കറണ്ടിന്റെ ചേഞ്ച് അറിയാം, dt അല്ലെ. dt എത്രയാണ്? 0.01 സെക്കൻഡ് ആണ്. കറണ്ടിന്റെ ചേഞ്ച്, ടൈമിന്റെ ചേഞ്ച് dt, di ആണ് കറണ്ടിന്റെ ചേഞ്ച് 0 to 5 -0. അപ്പൊ നമുക്ക് എന്തെഴുതി കണ്ടുപിടിക്കാം? വാട്ട് ഈസ് L ഈക്വൽ ടു തിരിച്ചെഴുതിയാൽ എപ്സിലോൺ dt ഡിവൈഡഡ് ബൈ di എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എപ്സിലോൺ സ്ഥാനത്ത് 1 മില്ലി വോൾട്ട് ആണ്, ദാറ്റ് ഈസ് 10⁻³ വോൾട്ട് ഇൻറ്റു dt യുടെ സ്ഥാനത്ത് 0.01 ഡിവൈഡഡ് ബൈ di യുടെ സ്ഥാനത്ത് 5 - 0 SI സിസ്റ്റത്തിലാണ്. സോ ദാറ്റ്സ് ഈക്വൽ ടു 10⁻⁵ അല്ലെ, 10⁻² എന്ന് വരും ബൈ 5. അത്രയും ഹെൻറി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 10 × 10⁻⁶ എന്ന് എഴുതാം അല്ലെ, ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു അത്രയും ഹെൻറി എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 2 × 10⁻⁶ ഹെൻറി. ദാറ്റ്സ് ഈക്വൽ ടു 2 മൈക്രോ ഹെൻറി എന്ന് എഴുതി വെക്കാം. ക്ലിയർ ആയല്ലോ അല്ലെ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ 10 × 10⁻⁶ ആക്കി. ഈ 10 എഴുതിയത് 5നെ വിട്ട കളയാനാണ്. അപ്പൊ 2 × 10⁻⁶. 10⁻⁶ എന്ന് പറഞ്ഞാൽ മൈക്രോ ആണ്. സോ 2 മൈക്രോ ഹെൻറി ആണ് ആ കോയിലിന്റെ സെൽഫ് ഇൻഡക്ടൻസ്. ഇങ്ങനത്തെ എത്ര വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ DI-യോ DT-യോ ഏത് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറയാം. ഒന്നുകിൽ കറണ്ടിന്റെ ചേഞ്ച് കാണാൻ പറയും, അല്ലെങ്കിൽ ടൈമിന്റെ ചേഞ്ച് കാണാൻ പറയും, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF കാണാൻ പറയും, അല്ലെങ്കിൽ ഇൻഡക്ടൻസ് കാണാൻ പറയും. ഈ 4 ക്വാണ്ടിറ്റികളിൽ ഏതെങ്കിലും 3 ആൾക്കാരെ തന്നാൽ നിങ്ങൾക്ക് മറ്റുള്ള ആ ഒരു ക്വാണ്ടിറ്റിനെ കണ്ടുപിടിക്കാൻ ബോധ്യം ഉണ്ടാവുക. നന്നായിട്ട് ആ ഫോർമുല ഓർമ്മിച്ചു വയ്ക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഇപ്പൊ സെൽഫായിട്ടുള്ള ഇൻഡക്ടൻസ് ആണ്, സ്വയം പ്രേരണമാണ് നടന്നതെങ്കിൽ അടുത്തത് മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ച് പറയാം. ഇപ്പൊ സെൽഫ് ഇൻഡക്ഷൻ പറഞ്ഞു, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? നന്നായിട്ട് നോക്കാം. 2 കോയിലിനെ ശ്രദ്ധിക്കുക. ഫാരഡേയുടെ രണ്ടാമത്തെ എക്സ്പെരിമെന്റ്, നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ആണ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെന്റ് പറഞ്ഞത്. രണ്ടാമത്തെ എക്സ്പെരിമെന്റ് ആണ് കോയിൽ എക്സ്പെരിമെന്റ്. ഇവിടെയാണ് ഞാൻ അത് കൂടുതലായിട്ട് പറയാൻ പോകുന്നത്. വീണ്ടും ശ്രദ്ധിക്കുക. ആദ്യത്തെ കോയിൽ നമുക്ക് പ്രൈമറി എന്ന് വിളിക്കാം. ഇവിടെ ഞാൻ ഒരു അപ്ലൈഡ് EMF ഉണ്ട്, ബാറ്ററി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രസ്സിംഗ് കീ വെച്ചിട്ടുണ്ട്, കീ ഉണ്ട്. ഓക്കെ, ബാറ്ററി ഉണ്ട്, കറണ്ട് ഇങ്ങനെ പാസ് ചെയ്തോളും ഓൺ ചെയ്യുമ്പോൾ. ഇതിന്റെ അടുത്ത് നമ്മൾ ഒരു വേറെ കോയിലിനെ വെച്ചു. ആ കോയിലിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി എന്ന് പറയും. അതിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഗാൽവനോമീറ്റർ ഇവിടെ ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന കാര്യം, ഇതില് കീ പ്രസ് ചെയ്യുമ്പോൾ ഇത് കൂടെ കറണ്ട് പാസ് ചെയ്യും. പക്ഷെ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ ഈ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ വരികയാണ്. എപ്പോ ഓൺ ചെയ്യുമ്പോൾ മാത്രം. ഓൺ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡിഫ്ലക്ഷൻ ഒന്നുമില്ല. ആ ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റന്റിൽ മാത്രം ഇവിടെ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഓഫ് ചെയ്യുന്ന ഇൻസ്റ്റന്റിൽ നേരെ ഓപ്പോസിറ്റിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടായി. ഓൺ ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചാൽ, അതായത് കറണ്ട് തുടർച്ചയായിട്ട് ഒഴുകുന്ന സമയത്ത് സെക്കൻഡറിയിലെ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷനും ഇല്ല. പക്ഷേ ജസ്റ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കറണ്ട് കൂടി. അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാം, 0 നിന്ന് കറണ്ട് കൂടി. സ്വാഭാവികമായിട്ട് ഇവിടുത്തെ ഫ്ലക്സ് കൂടും. ഈ ഫ്ലക്സിന്റെ അടുത്താണ് രണ്ടാമത്തെ കോയിൽ ഇരിക്കുന്നത്. ഇവിടെ ഫ്ലക്സ് കൂടുണ്ടെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന കോയിലിനായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സിനും വർധനവുണ്ടാവും. അപ്പൊ പ്രൈമറിയിൽ കറണ്ട് കൂടുമ്പോൾ പ്രൈമറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. അങ്ങനെ പ്രൈമറിയിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതിനെ പറയുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് പ്രൈമറിയിൽ ഫ്ലക്സ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനടുത്തിരിക്കുന്ന സെക്കൻഡറിയിലും മാഗ്നറ്റിക് ഫ്ലക്സ് കൂടുമല്ലോ. സോ ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് കൂടും. ലെറ്റ് ഇറ്റ് ബി 0 to 5 കൂടി. അപ്പൊ എന്തുണ്ടാവും? അവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടായി. ഫ്ലക്സിന്റെ ചേഞ്ച് ഉണ്ടായാൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അവിടെ ഒരു കറണ്ട് പാസ് ചെയ്യും. അതാണ് സെക്കൻഡറിയിൽ കറണ്ട് ഉണ്ടാവാനും ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകാനും കാരണം. This phenomenon is called mutual induction. Mutual inductance പറഞ്ഞിട്ടില്ല കേട്ടോ. Mutual induction. What is mutual induction? When the current through the primary coil changes, an EMF is induced in the secondary coil. This phenomenon is called mutual induction. The production of induced EMF in a coil when the current through the primary or current through the neighboring coil changes is called mutual induction. അടുത്തിരിക്കുന്ന കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റേ കോയിലില് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നതിനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. പരസ്പരം പ്രേരിപ്പിക്കുകയാണ്. ഇയാളുടെ കാരണം കൊണ്ട് ഇയാൾ. നേരത്തെ മറ്റേയാള് സ്വയം തോന്നി പഠിക്കുകയാണ്.
അയാൾക്ക് സ്വയം തോന്നി പഠിക്കുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ. പക്ഷെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്കും പഠിക്കാൻ തോന്നുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അടുത്തിരിക്കുന്ന കുട്ടി ഇങ്ങനെ പഠിക്കുന്ന കാണുന്നു, അത് കണ്ടപ്പോൾ എനിക്കും പഠിക്കാൻ തോന്നി. ദാറ്റ് ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പൊ ഇവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പ്രൈമറിയെ കണ്ട് പ്രൈമറിയുടെ മാറ്റം കണ്ട് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ഓക്കെ, നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം. സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് പാസിംഗ് ത്രൂ ദ പ്രൈമറി. ഇവിടെ ഞാൻ ഒരു പോയിന്റ് കൂടി പറയട്ടെ. ഓഫ് ചെയ്യുമ്പോൾ തിരിച്ചുണ്ടാവും, കറന്റ് പെട്ടെന്ന് 0-ലേക്ക് വീഴും. ആ സമയത്ത് ഇവിടെയും ഫ്ലക്സ് വേഗം 0-ലേക്ക് വീഴും. ആ സമയത്ത് നേരെ ഓപ്പോസിറ്റിലേക്ക് ഡിഫ്ലക്ഷൻ. നേരത്തെ ഫ്ലക്സ് കൂടുകയാണെങ്കിൽ ഒരു പ്രത്യേക ദിശയിൽ ഇൻഡ്യൂസ്ഡ് EMFഉം കറന്റും ഉണ്ടായി. ഫ്ലക്സ് കുറയുമ്പോൾ അതിനെ എതിർക്കുന്ന രൂപത്തിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇൻഡ്യൂസ്ഡ് EMFഉം കറന്റും ഉണ്ടായി. ഓക്കെ, ഇനി പറയുന്ന കാര്യം മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണെന്ന് പറയാൻ പോവാണ്. സെൽഫ് ഇൻഡക്ടൻസ് പറഞ്ഞ പോലെ എന്തായിരുന്നു സെൽഫ് ഇൻഡക്ടൻസ്? പ്രൈമറി ഒറ്റ കോയിലാണെങ്കിൽ ആ കോയിലിലെ ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറന്റ്. അവിടുത്തെ 5/I നെ വിളിക്കുന്ന പേരാണ് ഇൻഡക്ടൻസ്, സെൽഫ് ഇൻഡക്ടൻസ്. ഇവിടെ നമ്മൾ പറയുന്നത് സെക്കൻഡറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൈമറിയിലെ കറന്റ്. സെക്കൻഡറിയിലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൈമറിയിലെ കറന്റ്. Therefore, there is a proportionality constant. That constant is called mutual inductance. Mutual inductance. Now, the phenomenon is mutual induction. So, M into I. So, M equal to 5 divided by I. So, what is mutual inductance? Mutual inductance is defined as if I equal to 1 ampere, M equal to 5. Defines here. Magnetic flux linked with the secondary when 1 ampere current passes through the primary is called mutual inductance of the two coils. അതൊരു കോയിലിന്റെ അല്ല, രണ്ട് കോയിൽ തമ്മിലുള്ള ബന്ധത്തിനെ കാണിക്കുന്നതാണ്. അതാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡ്യൂസ്ഡ് EMF in the secondary is equal to minus d∅/dt ആണ്. That's equal to minus d/dt of 5 ന്റെ സ്ഥാനത്ത് MI എന്ന് എഴുതാം, സെക്കൻഡറി മാഗ്നറ്റിക് ഫ്ലക്സ്. സോ ദാറ്റ്സ് ഈക്വൽ ടു എപ്സിലോൺ ഇസ് ഈക്വൽ ടു M കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുത്തു, മൈനസ് M di/dt എന്നുള്ള ഫോർമുലയിലേക്ക് എത്താം. SI യൂണിറ്റീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൻറി തന്നെയാണ്. ഡയമെൻഷൻ ഫോർമുല നേരത്തെ എഴുതിയത് അതേപോലെ തന്നെയാണ്. സെൽഫ് ഇൻഡക്ടൻസും മ്യൂച്വൽ ഇൻഡക്ടൻസും ഒരേ ഡയമെൻഷൻ ഫോർമുലയാണ്, ഒരേ യൂണിറ്റ് ആണ്. എപ്പോഴാണ് 1 ഹെൻറി എന്ന് പറയാ? ഇവിടെ 1 ഹെൻറി ആവണമെങ്കിൽ 1 ആംപിയർ കറന്റ് പാസ് ചെയ്താൽ 1 വെബർ മാഗ്നറ്റിക് ഫ്ലക്സ് സെക്കൻഡറിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ രണ്ട് കോയിലിന്റെയും കൂടിയിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് 1 ഹെൻറി ആണ്. പ്രൈമറിയിൽ 1 ആംപിയർ കറന്റ് പാസ് ചെയ്യുമ്പോൾ സെക്കൻഡറിയിൽ ഉണ്ടായ മാഗ്നറ്റിക് ഫ്ലക്സ് 1 വെബർ ആണെങ്കിൽ പ്രൈമറിയും സെക്കൻഡറിയും കൂടിയിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് 1 ഹെൻറി എന്ന് നമ്മൾ പറയും. ഇനി ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് 1 ഹെൻറിനെ ഡിഫൈൻ ചെയ്യാം. പ്രൈമറിയിൽ 1 ആംപിയർ പെർ സെക്കൻഡ് കറന്റ് റേറ്റ് ചേഞ്ച് ചെയ്താൽ സെക്കൻഡറിയിൽ 1 വോൾട്ട് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകുമെങ്കിൽ ഈ രണ്ട് കോയിലിന്റെയും കൂടിയിട്ടുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് 1 ഹെൻറി ആണ്. If di/dt, that is rate of change of primary current, is 1 ampere per second, the induced EMF in the secondary is 1 volt, then the mutual inductance of the two coils will be 1 Henry. അവിടെ ചോദിച്ച പോലത്തെ പ്രോബ്ലങ്ങളൊക്കെ ഇവിടെ ചോദിക്കാം. ഇനി ഞാനൊരു പോയിന്റ് കൂടി പറയാം, പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാണ്. നമ്മൾ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പാർക്ക് ഉണ്ടാവും. സ്വിച്ച് പെട്ടെന്ന് ഓഫ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സ്പാർക്ക്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ കറന്റ് പാസ് ചെയ്തുകൊണ്ടാണ്. സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കറന്റ് ഒന്നും പാസ് ചെയ്യുന്നില്ല, നമ്മൾ അപ്ലൈഡ് EMF 0 ആക്കുക. എന്തുകൊണ്ടാണ് അപ്പൊ ഒരു സ്പാർക്ക് ഉണ്ടായതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എന്താ പറയാ? സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കറന്റ് സഡൻലി ഫോൾസ് ടു 0. പെട്ടെന്ന് കറന്റ് 0-ലേക്ക് വീഴാണ്. പെട്ടെന്ന് കറന്റ് 0-ലേക്ക് വരുമ്പോൾ ഫ്ലക്സ് 0-ലേക്ക് വരും. 0-ൽ നിന്ന് കറന്റ് കൂടുന്നതിനേക്കാൾ വേഗത്തിലാണ് കറന്റ് 0-ലേക്ക് പെട്ടെന്നാണ് താഴെ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറന്റ് വളരെ കൂടുതലാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സും അതുകൊണ്ട് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് വലിയ ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ബാക്ക് EMF ഉണ്ടാവും. ഈ ബാക്ക് EMF ആണ് സ്പാർക്കിന് കാരണം. അപ്പൊ സ്വിച്ച് പെട്ടെന്ന് ഓഫ് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാവാനുള്ള കാരണം ഹൈ ബാക്ക് EMF ആണ്. സെൽഫ് ഇൻഡക്ഷൻ നടക്കുന്നതുകൊണ്ട് ഹൈ ബാക്ക് EMF ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ സ്പാർക്കിന് കാരണം. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇത്രയും വരെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. എന്തൊക്കെയാണ് പറഞ്ഞത്? വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ, വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ടൻസ്, give its SI unit, dimension formula, പ്രോബ്ലങ്ങൾ ചെയ്യാനുള്ള ഫോർമുലകൾ, വാട്ട് ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ, വാട്ട് ഈസ് മ്യൂച്വൽ ഇൻഡക്ടൻസ്, ഈ പറഞ്ഞ പോലെ പ്രോബ്ലങ്ങൾ ചെയ്യാനുള്ള ഫോർമുലകൾ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഒരു പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ദാറ്റ് ഈസ് സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ്. സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്ടൻസ് എത്രയാണ് കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കും. നോക്കുക, കൺസിഡർ എ സോളിനോയിഡ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സോളിനോയിഡ് ആണ്. അതിൽ എന്താണ് സ്മോൾ എൻ എന്ന് നിങ്ങൾക്കറിയാം, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അല്ലെ. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് ക്യാപിറ്റൽ N. ടോട്ടൽ ലെങ്ത് ഓഫ് ദ സോളിനോയിഡ് ആണ് L. ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ N ഈക്വൽ ടു എന്താ വരിക? ക്യാപിറ്റൽ N/L നിങ്ങൾക്കറിയാം. I ആണ് അതിലൂടെ പാസ് ചെയ്തിട്ടുള്ള കറന്റ്, A ആണ് അയാളുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാലോ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതിന്റെ ഉള്ളിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ്, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ഉണ്ടാവുക? ആക്സിസിലൂടെ ഉണ്ടാവുക അല്ലെ. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ആക്സിസിലൂടെ എത്രയാണ് മാഗ്നറ്റിക് ഫീൽഡ്?
ബി ഇസ് ഈക്വൽ ടു എത്രയാണ് ഉണ്ടാവുക? നമ്മൾ ആംബിയേഴ്സ് തിയറം അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു μ0. ഇതിന്റെ ഉള്ളില് ഒരു മീഡിയം ഒന്നും ഇല്ലെങ്കിൽ എയർ ആയിരുന്നു കോറെങ്കിൽ, ഇതിനുള്ള എയർ ആണെങ്കിൽ ഫോർമുല μ0 സ്മോൾ ni അല്ലെ? ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കാണാനുള്ള ഫോർമുല എന്താണ്? ബി ഇൻറ്റു ഏരിയ ആണ് അല്ലെ? മാഗ്നറ്റിക് ഫീൽഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നോർമൽ ആണ് സോളിനോയിഡിൽ. അതുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് മാക്സിമം ആണ് ബി ഇൻറ്റു എ. അതൊരു ടേൺ അല്ലേ ഉള്ളൂ, മൊത്തം എത്ര ടേൺസ് ഉണ്ട്? ക്യാപിറ്റൽ N ടേൺസ് ഉണ്ട്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഇൻറ്റു എൻ. ബി ഇൻറ്റു എ എന്ന് എഴുതിയാൽ ഒരു ടേണിൽ ഒരു ചുറ്റിലെ മാഗ്നറ്റിക് ഫ്ലക്സ് കിട്ടും. എന്താ കോസ് തീറ്റ എഴുതാത്തത്? കോസ് തീറ്റ മാക്സിമം ആണ് 1 ആണ്. കാരണം എന്താണ്? ആക്സിസിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ്. ആക്സിസ് എന്ന് പറഞ്ഞാൽ കോയിലിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് മാക്സിമം മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അത് കാണാൻ ഒരു ടേണിൽ ബി ഇൻറ്റു എ, അങ്ങനെ മൊത്തം n ടേൺസിൽ വരുമ്പോൾ BAN. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്താ നമുക്ക് എഴുതി വെക്കാൻ പറ്റുക? μ0 സ്മോൾ ni എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇൻറ്റു എ ഇൻറ്റു എൻ. ദാറ്റ്സ് ഇക്വേഷൻ നമ്പർ 1. വളരെ എളുപ്പം കിട്ടി. നിങ്ങൾക്കറിയാം ഇപ്പൊ പഠിച്ച ഫോർമുല പ്രകാരം φ is equal to Li, ഇക്വേഷൻ നമ്പർ 2 അല്ലെ? where L is self inductance of the solenoid, I is current passing through it. കമ്പയറിംഗ് 1 and 2 ഒരേ കാര്യം പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സിനെ സെൽഫ് ഇൻഡക്ടൻസിന്റെ രൂപത്തിൽ എഴുതി. നേരത്തെ മാഗ്നറ്റിക് ഫ്ലക്സിനെ നമ്മൾ പഠിച്ചിട്ടുള്ള BAN എന്നുള്ള ഫോർമുലയിൽ നിന്ന് ബി ന്റെ സ്ഥാനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതി. കമ്പയറിംഗ് 1 and 2 രണ്ടും ഒന്നും കൂടി കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Li ഈക്വൽ ടു μ0 NiAn എന്ന് കിട്ടും. I cancel ചെയ്ത് പോയാൽ you get self inductance of the solenoid is μ0 NaN എന്ന് കിട്ടും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല. ഇതിനെ നിങ്ങൾക്ക് ഈ സ്മോൾ എന്നിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ N/L കൊടുത്താൽ ഒന്നുകൂടി മാറ്റി എഴുതാം. μ0 ഇവിടെ N/L എന്ന് എഴുതി കഴിഞ്ഞാൽ n² ആയിട്ട് മാറും. n² a ഡിവൈഡഡ് ബൈ L എന്നായിട്ട് മാറും. ഇങ്ങനെ സ്മോൾ എന്നിന്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ N ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത് കൊടുത്താൽ n² a ബൈ L എന്നായിട്ട് മാറും. ആൻഡ് ഇൻ ജനറൽ ഫോർ വേറെ ഏതെങ്കിലും ഒരു വസ്തുവാണ് ഇതിന്റെ ഉള്ളിൽ കോറാക്കി വെക്കുന്നതെങ്കിൽ ഈക്വൽ ടു μ0ന്റെ ഒപ്പം ആരെടണം? അയാളുടെ റിലേറ്റീവ് പെർമിയബിലിറ്റി μr കൂടി ഇടണം. μ0 μr NaN or L ഈക്വൽ ടു μ0 μr n² a ഡിവൈഡഡ് ബൈ L. ഫോർമുലകൾ ഓർമ്മിച്ച് വെക്കുക. സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡിന്റെ ഡെറിവേഷൻ. ആദ്യം നമ്മൾ ചെയ്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്ത്? BAN എന്നുള്ള ഫോർമുലയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു, Li എന്നുള്ള ഫോർമുലയിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തു, കമ്പയർ ചെയ്തു, L കണ്ടുപിടിച്ചു. ഇത്ര ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. തുടർന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ഇനി മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് 2 സോളിനോയിഡുകൾ വെച്ചാൽ ഉള്ളത് കാണണം. അതുപോലെ എനർജി കാണണം. ഈ ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സോടുകൂടി അവസാനിപ്പിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോട്ട് വായിച്ചു പഠിക്കുക, എഴുതി പഠിക്കുക, പ്രോബ്ലങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ? ഇപ്പൊ ഇവിടെ നിങ്ങളോട് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്ടിങ് സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ് എന്നൊക്കെ ചോദിക്കും. ഈ ടേംസ് ഒക്കെ നോക്കുക. നമ്പർ ഓഫ് ടേൺസിനെ ഡിപെൻഡ് ചെയ്യും, ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപെൻഡ് ചെയ്യും, ലെങ്ത്തിനെ ഡിപെൻഡ് ചെയ്യും, അല്ലെ ഉള്ളിലുള്ള എയർ കോറിനെ ഡിപെൻഡ് ചെയ്യും. എയറിന് പകരം ഒരു പച്ചിരുമ്പാണ് ഈ സോളിനോയിഡിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുക? സെൽഫ് ഇൻഡക്ടൻസ് കൂടും, μr കൂടുതലായതുകൊണ്ട് അല്ലെ? അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നന്നായി നോട്ട് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.